രോഗികൾക്കും വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർക്കും ശബ്ദം എത്തിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. വയനാട്ടുകാരനാണ്. വയനാട് തോണിച്ചാൽ സ്വദേശി ബഷീർക്ക. രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് സൗജന്യമായി റേഡിയോ നൽകുകയാണ് ബഷീർക്ക. ഇതുവരെ 447 വീടുകളിൽ ബഷീറിന്റെ റേഡിയോ ശബ്ദം എത്തിയിട്ടുണ്ട്. എന്തിനാണ് റേഡിയോ കൊടുക്കുന്നതെന്ന് ബഷീർക്ക തന്നെ പറയും. റേഡിയോ ഒരു രോഗിക്ക് എത്രമാത്രം ആശ്വാസമാകുന്നുവെന്ന് ആലോചിച്ചിട്ടുണ്ടോ? 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ കുറേ മനുഷ്യരുടെ ശബ്ദമാകും അത്. ഇക്കാര്യം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി അതിനായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് പറയാനുള്ളത്. ഇത് ബഷീർ. നസീർ എന്നാണ് ശരിക്കുമുള്ള പേര്. ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ പിടിമുറുക്കിയ ബഷീർ വർഷങ്ങളോളം വീട്ടിൽ തന്നെയായിരുന്നു. ഉള്ളു വിങ്ങിക്കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്ക് ആശ്വാസമായത് റേഡിയോയുടെ ശബ്ദമായിരുന്നു. വേദന മറക്കാൻ സഹായിച്ചു. രോഗം മാറി പുറത്തിറങ്ങിയപ്പോൾ ബഷീർ ഒരു തീരുമാനമെടുത്തു. 5 വർഷം അസുഖബാധിതനും 5 സർജറിയും കഴിഞ്ഞ് എനിക്ക് ആ 4 ചുവരിൽ തളക്കപ്പെട്ട സമയത്ത് ഞാനിങ്ങനെ കൂടുതൽ റേഡിയോ മൊബൈൽ സെറ്റിൽ കൂടി റേഡിയോ കേൾക്കുകയും അത് എനിക്കൊരു ആശ്വാസമായിട്ട് തോന്നുകയും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മറ്റു രോഗികൾക്ക് ചെയ്തുകൂടാ എന്ന് സ്വന്തം തന്നെ ഒരു ചോദ്യം വരികയും അത് ഞാനങ്ങനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. രോഗികൾക്കും പ്രായം വന്ന് വീട്ടിൽ ഒറ്റപ്പെട്ടവർക്കും റേഡിയോ എത്തിക്കുന്നുണ്ട്. ജില്ലയിൽ എവിടെയാണെങ്കിലും ആവശ്യക്കാരായ മനുഷ്യരെ കണ്ടെത്തും. അവരെ തേടി പോകും. ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ കരുതലിന്റെ ശബ്ദം കൈമാറും. അതാണ് പതിവ്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബഷീറിന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വീട്ടുപടിക്കൽ കൃഷി ചെയ്ത് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ആദ്യം റേഡിയോ വാങ്ങി രോഗികൾക്ക് നൽകിയത്. നല്ല മനസ്സുള്ള കുറേ മനുഷ്യരുടെ സഹായത്തോടെ ഇന്ന് 447 വീടുകളിൽ ബഷീറിന്റെ റേഡിയോ ശബ്ദിക്കുന്നുണ്ട്. ശബ്ദമില്ലാത്തവർക്കൊരു ശബ്ദമായിട്ട് ആ റേഡിയോ എന്തായാലും ഉണ്ടാവുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി തന്നെ തിരിച്ചറിഞ്ഞു. അത് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വയനാട് ജില്ലയിൽ ഓരോ പ്രദേശത്തും ഗവൺമെൻറ്റിൻ്റെ പാലിയേറ്റീവ് വൃദ്ധസദനം, അഗതി മന്ദിരം, പിന്നെ ക്യാൻസർ രോഗികൾ എല്ലാവർക്കും ആശ്വാസം നൽകുക. കഴിയാവുന്നത്ര ആളുകൾക്ക് റേഡിയോ എത്തിക്കണമെന്നാണ് ബഷീറിന്റെ ആഗ്രഹം. അത്രയും മനുഷ്യർക്ക് ശബ്ദമാകണമെന്ന്. അതിനായി ഓട്ടത്തിലാണ് ഈ മനുഷ്യൻ. ക്യാമറമാൻ സന്തോഷ് പിള്ളക്കൊപ്പം ഷഫീഖ് ഹളിയോട്, മനോരമ ന്യൂസ്, വയനാട്. ബഷീർക്കയെ പോലുള്ള ആളുകൾ നൽകുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെയാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നത്.